നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാർലോ അഞ്ചലോട്ടി ബ്രസീൽ ടീമിൻ്റെ കോച്ചായി വന്നിട്ട് ഇതുവരെ നെയ്മർ ജൂനിയർ സ്ക്വാഡിലേക്ക് എടുത്തിരുന്നില്ല. പക്ഷെ വേൾഡ് കപ്പിന് നെയ്മർ കൊണ്ടുപോകുന്നു ആഞ്ചലോട്ടി. എന്തെല്ലാം തെറികളും എതിർപ്പുകളും ഒക്കെയാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരു ആഞ്ചലോട്ടിക്ക് എതിരെ ഉണ്ടായിക്കൊണ്ടിരുന്നതെന്ന് അറിയാമോ? പക്ഷേ ആഞ്ചലോട്ടിക്ക് കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ അദ്ദേഹം വിശദീകരിക്കുന്നു. എന്തുകൊണ്ട് ഇപ്പോൾ ടീമിലെടുത്തു എന്ന് പറയുന്നു. വേൾഡ് കപ്പിന് പോകുമ്പോൾ എന്താണ് നെയ്മറുടെ കാര്യത്തിലുള്ള പ്ലാൻ എന്ന് വ്യക്തമാക്കുന്നു. ഇന്നലത്തെ കോളപ്പിൻ്റെ സമയത്ത് അതിനുശേഷം അദ്ദേഹത്തോട് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ നെയ്മർ ടീമിലെടുത്ത് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്. അദ്ദേഹം വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു വർഷത്തിലധികം കാലം, ഒരു വർഷത്തോളം നെയ്മർ ഇവാലുവേറ്റ് ചെയ്തു. നെയ്മർ ഇപ്പോൾ ഫിസിക്കലി ഓക്കെ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തെ വേൾഡ് കപ്പിൽ കൊണ്ടുപോകുന്നു. മറ്റേതൊരു താരത്തെയും പോലെ തന്നെയാണ് നെയ്മർക്കും വേൾഡ് കപ്പ് സ്ക്വാഡിലുള്ള റോള്. മറ്റ് 25 താരങ്ങളെ പോലെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യാം, അദ്ദേഹം ബെഞ്ചിലിരിക്കാം, അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറക്കാം, എന്തും സംഭവിക്കുമെന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ആഞ്ചലോട്ടി പറയുന്നു. സോ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ ഒന്ന് നോക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: നെയ്മറുടെ ഫിസിക്കൽ കണ്ടീഷൻ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു വേൾഡ് കപ്പിൽ നെയ്മർ ജൂനിയർ ഒരു പ്രധാനപ്പെട്ട താരമായിരിക്കും. ബ്രസീലിന് മറ്റ് 25 താരങ്ങളെ പോലെ തന്നെ സെയിം ഡ്യൂട്ടി ആയിരിക്കും നെയ്മർ ജൂനിയർക്കും. അദ്ദേഹം കളിക്കാം, സ്റ്റാർട്ട് ചെയ്യാം, അദ്ദേഹം കളിക്കാതിരിക്കാം, അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലാവാം, സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അദ്ദേഹം കളിക്കളത്തിലേക്ക് ഇറങ്ങാം. ഇതെല്ലാം സംഭവിക്കും. പക്ഷേ നെയ്മർ ഒരുപാട് ഫിസിക്കലി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വേൾഡ് കപ്പിന് ബ്രസീലിൻ്റെ ഇമ്പോർട്ടൻ്റ് പ്ലെയർ ആയിരിക്കും നെയ്മർ എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന് കാർലോ ആഞ്ചലോട്ടി പറയുന്നു. യെസ്, ചില ബ്രസീലിയൻ മാധ്യമങ്ങൾ നെയ്മറെ ആഞ്ചലോട്ടി സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ മാത്രമേ കളിപ്പിക്കുകയുള്ളൂ, അതിന് മാത്രമേ സാധ്യതയുള്ളൂ എന്നൊക്കെ നിരീക്ഷണം നടത്തിയിരുന്നു. അപ്പോഴാണ് ആഞ്ചലോട്ടി പറയുന്നത് നെയ്മർ മറ്റ് താരങ്ങളൊക്കെ പോലെ തന്നെയാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമൊന്നുമല്ല, സ്റ്റാർട്ട് ചെയ്യാം, ഇനിയിപ്പോൾ അതല്ലെങ്കിൽ ബെഞ്ചിലിരിക്കാം, ബെഞ്ചിൽ നിന്ന് ഇറങ്ങാം, ബെഞ്ചിൽ നിന്ന് ഇറങ്ങി കളിക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് റോളിൽ ഇറങ്ങാം. അപ്പോൾ എല്ലാ സാധ്യതകളും ഉണ്ട്. നെയ്മർ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആയിട്ട് തന്നെ കാണുന്നു എന്ന് കോച്ച് ആഞ്ചലോട്ടി ഇതാ പറയുന്നു. സോ ഒരു വർഷക്കാലം നെയ്മറെ തങ്ങൾ നിരീക്ഷിച്ചു. ഫിസിക്കലി അദ്ദേഹം ഫിറ്റാണെന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് കളിപ്പിക്കുന്നത്. സോ ആഞ്ചലോട്ടിക്ക് ആദ്യമേ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഫിസിക്കലി ഓക്കെ ആണോ, നെയ്മറുടെ കാര്യത്തിൽ മറ്റ് ടെസ്റ്റുകളുടെയും ചർച്ചകളുടെയും ആവശ്യമില്ല, നേരെ ടീമിലേക്ക് എടുക്കുക. അതാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഒരു സംശയം വേണ്ട, ആഞ്ചലോട്ടി കൃത്യമായാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. ആരാധകർക്ക് എന്തും പറയാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.